കൂട്ടുകാരെ, നമുക്കിന്ന് നല്ല അടിപൊളി സോന പപ്പടി ഉണ്ടാക്കാം. അത് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് 1.5 കപ്പ് പഞ്ചസാരയിലാണ്. അതിന് വേണ്ട കടലമാവും മൈദമാവും നെയ്യിൽ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ഞാനൊരു ചീനിച്ചട്ടിയാണ് അടുപ്പത്ത് വെക്കുന്നത്. ഈ ചീനിച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നമുക്കിതിലൊരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലിനി 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അര കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചെറിയ തീ വെച്ചിട്ട് വേണം വറുക്കാൻ കേട്ടോ. നെയ്യ് എല്ലായിടത്തും ഇതിൽ പെടുന്ന രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് വറുക്കുമ്പോൾ ചെറിയ തീയിൽ വേണം വറുക്കാൻ. ഇത് കടലമാവും നെയ്യും മൈദമാവും നന്നായിട്ട് മിക്സായി നല്ല ചൂടായി വരണം. ഇത് കണ്ടില്ലേ, ഇതേപോലെ ആവണം കേട്ടോ. ഇത് നമുക്ക് പാകത്തിന് പരുവായിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. ഇത് നമുക്കൊന്ന് നന്നായിട്ട് തരിച്ചെടുക്കാം. എൻ്റെ തരിപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ തരിപ്പായ കാരണം ഒന്ന് ചൂടാറിയിട്ടാണ് തരിക്കുന്നുണ്ട്. ഒന്ന് ചെറിയ ചൂടോടെ തരിച്ചാൽ മതി. നമ്മൾ നെയ്യൊക്കെ ഇട്ടല്ലോ, അപ്പോൾ ഓരോരോ കട്ടകളൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് തരിക്കണത്. ഇത് കണ്ടില്ലേ, കടലമാവിൻ്റെയും മൈദമാവിൻ്റെയും കട്ടയാണിത്. ഒന്നിങ്ങനെ ആക്കി എടുക്കുന്ന പൊടി എടുക്കുക, ബാക്കിയുള്ളത് കളയാം. ഇത് നമുക്ക് കളയാം. ഇത് കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് തരിച്ചെടുക്കണം. ഇത് കണ്ട. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമുക്കിനി ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം പഞ്ചസാര ഉരുക്കാൻ. ഇനി നമുക്കൊരു 1.5 കപ്പ് പഞ്ചസാര ഞാനിതിൽ കൊട്ടി കൊടുക്കുകയാണ്. 1 കപ്പ് വെള്ളമും ഒരു 2-3 ടേബിൾ സ്പൂണ് അധികം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഉരുകി വരട്ടെ. പഞ്ചസാര ഉരുക്കുമ്പോൾ ചെറിയ തീയിൽ വേണം വെക്കാൻ. അതില്ലെങ്കിൽ നമ്മൾ അളവ് ശരിയായിട്ട് കിട്ടത്തില്ല. പാകം ശരിയായി കിട്ടിയാലേ നമ്മുടെ സാധനം റെഡിയായി വരുള്ളൂ. ഇതിപ്പോൾ പഞ്ചസാര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ തീയിൽ വെക്കുന്നത് കൊണ്ട് ഒരു 10-15-20 മിനിറ്റോളം വേണ്ടി വരും നമുക്കിത് റെഡിയായി വരാൻ. പഞ്ചസാര ഇപ്പോൾ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലിനി 1 ടീസ്പൂൺ അളവ് ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കാം. ഇതിൽ നാരങ്ങ നീരെന്തിനാ ഒഴിച്ചത് ചോദിച്ചാൽ, നമ്മളിത് പഞ്ചസാര കട്ടിയായി വരുമ്പോൾ നമുക്കിങ്ങനെ വലിച്ച് നീട്ടിയെടുക്കണം. അതിന് ഇച്ചിരി ടൈം പിടിക്കും. അതിപ്പോൾ വേഗം കട്ടിയാവാതിരിക്കാനാണ് ഇത് ഒഴിച്ചത്. പഞ്ചസാര പാനി കുറച്ച് കട്ടിയായി വരുന്നുണ്ട്. നമുക്കിതിലിനി ഒരു ലേശം ഒരു നുള്ളി ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ടോ. നമുക്കിതിനി ഒരു മഞ്ഞ കളറാവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എന്ത് പാകമാണ് അയക്കുന്നത് നോക്കാം. ഞാനിത് ഗ്ലാസിൻ്റെ പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പഞ്ചസാര പാനി ഒരു തുള്ളി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എന്തായിക്കണമെന്ന് ഇത് കണ്ടില്ലേ. ഇതിപ്പോൾ പാത്രത്തിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അതിൽ ഒട്ടി പിടിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടി പിടിക്കാതെ ഇങ്ങനെ വരണം. ഇച്ചിരി കൂടി ആവാണ്ട് നീ. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പാകം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഈ കളറിൽ വരണം. ഇത് നമുക്കിനി ഇതിൽ ഒഴിച്ച് നോക്കാം. ഇതിങ്ങനെ ഒട്ടാതെ ഈ വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ ഇങ്ങനെ വരണം. കട്ടിയിൽ വരണം. കണ്ടില്ലേ,
ഈ പരുവാകുമ്പോൾ എടുക്കുക. ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറിലാണ് ഒഴിക്കുന്നത്, അല്ലെങ്കിൽ അത് ഒലിച്ചു പോവുള്ളൂ, അതുകൊണ്ടാണ്. ഇതാ ഇതിന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി സൈഡിൽ നിന്നൊന്നിങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇനി വല്ലാതെ താമസിക്കരുത്, പെട്ടെന്ന് ചെയ്യണം, അപ്പോഴാണ് റെഡിയായി വരിക. ഇത് ഞാനിപ്പോൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. പേപ്പറിന് നെയ്യ് പുരട്ടണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് കിട്ടത്തില്ല. ഇത് നമുക്കിനി വലിച്ച് നീട്ടിയെടുക്കാം, ഒരു ഗോൾഡൻ കളറാക്കി എടുക്കുക. ഇനി ഇത് നമുക്ക് റൗണ്ട് ആക്കിയിട്ട് എടുക്കാം. ഇത് കുറച്ച് മാവിട്ട് കൊടുക്കാം. ഇവിടെ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വലിക്കാൻ തുടങ്ങാം. ഇനി വേഗം ചെയ്യണേ. ചൂടാറുമ്പോഴത്തേക്ക് ഇനി വലിക്കുക, കുറച്ച് കടലമാവ് ഇടുക, അങ്ങനെ എടുക്കുക. അതാ ഇത് എത്രത്തോളം വലിച്ചെടുക്കണം അത്രത്തോളം വലിച്ചാൽ സോനാപ്പടി സൂപ്പറായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ പൊടികളൊക്കെ വേറെ ആക്കി എടുക്കാം. സോനാപ്പപ്പടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പൊടിയൊക്കെ ഒന്ന് കുടഞ്ഞെടുക്കാം. ചിലപ്പോൾ ഒരു കട്ടയൊക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്ത് ഒഴിവാക്കുക. ഇത് നമുക്ക് ഓരോരോ അച്ചുകളാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ സോനാ പപ്പടി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.